നിങ്ങൾ ഈ വീഡിയോയിൽ സൂക്ഷിച്ച് നോക്കി നിങ്ങൾക്കൊരു മാനെ കാണാം. ഇതേ കാണുന്നുണ്ടോ? ഇത് ഞാൻ കാട്ടിൽ പോയി നിന്നെടുത്തൊന്നുമല്ല കേട്ടോ. എൻ്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോയി എൻ്റെ അടുക്കള ഭാഗത്ത് നിൽക്കുവാണേ. നട്ടുച്ച സമയമാണ്. അവിടെ ഇങ്ങനെ നിന്ന് ഇവരുടെ അടുക്കളയുടെ വാതിൽക്കൽ നിന്ന് കഴിഞ്ഞാൽ ദേ ഇവിടെയൊക്കെ ആന വന്ന് നിൽക്കുമെന്ന്. ആനയും കുഞ്ഞൊക്കെ ഇവർ അടുക്കള ഭാഗത്ത് പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പം ആനയും അതിൻ്റെ കുഞ്ഞും കൂടെ വന്ന് ഇവരിങ്ങനെ നോക്കി നിന്നു എന്ന് പറഞ്ഞു. അവർ വീട്ടിലെ പണികളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ വീട്ടുമുറ്റത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, ആന വരുമോ, പുലി വരുമോ, മാൻ വരുമോ എന്നൊക്കെ ചോദിച്ചു. പുലി വന്നിട്ടില്ല ഈ ഭാഗത്തേക്ക്, എന്നാൽ പുലി ഇറങ്ങുന്നൊക്കെ ഉണ്ട്, പക്ഷേ ഈ ഭാഗത്ത് വന്നിട്ടില്ല. ആനയും കുഞ്ഞുങ്ങളും ആനകളൊക്കെ വരും. ഇവരുടെ റൂമിൻ്റെ കണ്ണാടി ജനലിൽ കൂടെ നോക്കിയാൽ ഈ ആനകളൊക്കെ അടുത്തൂടെ പോകുന്നത് കാണാം. ഇതിൻ്റെ നടുക്കൊരു കനാലുണ്ട്. അത് ഈ മലവെള്ളമൊക്കെ വരുമ്പം ഒഴുകി പോകാൻ സൗകര്യത്തിന് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് ദേ ഈ പറമ്പ. അപ്പോൾ അവിടെ ഇങ്ങനെ മണ്ണ് വെച്ച് കെട്ടിയിരിക്കും ഇവരുടെ ഈ ഭാഗത്ത്. അപ്പുറത്ത് ഈ പറമ്പ്, നടുവിലൂടെ കനാല് പോകുന്നു. അപ്പം ഞാനിങ്ങനെ പുലി വരുമോ, മാൻ വരുമോ, മാനൊക്കെ വരും എന്ന് പറഞ്ഞ് ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പം തന്നെയാണ് ഇങ്ങനൊരു മാന് വരുന്നത്. പിന്നെ അങ്ങേ സൈഡിൽ നിന്ന് വേറെയും രണ്ട് മൂന്ന് മാനുകളൊക്കെ വരുന്നത് കണ്ടു. പക്ഷെ പെട്ടെന്ന് തന്നെ അതിൽ കുഞ്ഞുമാനാണോ ഇനി വലിയ മാനാണോ ഇല്ല, ചാടി പെട്ടെന്ന് തന്നെ ആ കാട്ടിനകത്തോട് സ്പീഡിൽ ഓടിപ്പോകുന്ന കണ്ടു. ഈ മാൻ മാത്രം ഇങ്ങോട്ട് നടന്ന് വന്നു. എന്ത് തിന്നാൻ വന്നെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആദ്യമൊക്കെ വെട്ടത്ത് വെയിലത്ത് പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടില്ല, ഓടിപ്പോയി മൊബൈൽ എടുത്തുകൊണ്ട് വന്ന് നോക്കിയപ്പോൾ കണ്ടില്ല. ശരിക്കും പറഞ്ഞതേ ആ ശിഖരങ്ങളുള്ള മരത്തിൻ്റെ ചോട്ടിലുണ്ട്, അവിടെ നിൽപ്പുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോയിട്ട് അവിടെ പോയി നിൽക്കുന്നുണ്ട്. ഈ നട്ടുച്ച നേരത്തൊക്കെയാണ് ഇതിങ്ങനെ. അപ്പോൾ നോക്ക്, അവരൊക്കെ എത്ര റിസ്ക്കിലാണ് ജീവിക്കുന്നത്, നമ്മളൊക്കെ എത്ര സേഫായിട്ട് ജീവിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ വെടിവെച്ചു കൊന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തോരം കമൻറ്റാണ് നമ്മുടെ വീട്ടിൽ സേഫായി മുറിയിലിരുന്നുകൊണ്ട് ഇടുന്നത്. ഒന്ന് ചിന്തിച്ചു, ഇന്നും നമ്മൾ പല ന്യൂസും കണ്ടു. ഒന്ന് ചിന്തിക്കണം, ഇവരൊക്കെ വീടിന് സുരക്ഷിതത്വത്തിന് എന്തു ചെയ്യും? ഇപ്പുറത്തൊരു വീട് ഇതുപോലെ ഉണ്ട്, പിന്നെ ഒരു വീട് അപ്പുറത്താണ്. ഇവിടെ നിന്ന് വേറെ ആളനക്കോ ഒന്നുമില്ല, എല്ലാം വിട്ടുള്ള വീടുകളാണ്. അവിടെ ഇടയ്ക്ക് ഇതൊക്കെ ചെന്ന് കയറുമ്പോൾ പിന്നെ വെടിവെച്ച് കൊല്ലാനല്ലേ, പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? നമ്മളൊക്കെ ഭയങ്കര സുരക്ഷിതമായിട്ട് ഇരുന്നിട്ടാണ് ഈ കമൻ്റൊക്കെ ഇടുന്നത്. ഇവർക്ക് ഇവരുടെ ദൈനംദിന ജീവിതത്തിനുണ്ട്. അവർക്ക് ജോലിക്ക് പോകണം, വീട്ടിൽ മുറ്റമടിക്കാൻ പോകണം, തുണി കഴുകാൻ പോകണം, പാത്രം കഴുകാൻ പോകണം, വെള്ളം പിടിക്കാൻ പോകണം. കുഞ്ഞുങ്ങളാണ് സ്കൂൾ വിട്ട് വരണം, രാവിലെ പോകണം. സ്കൂൾ വിട്ട് വരുമ്പം വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ നടന്ന് വരണം, വീട്ടുകാർ ജോലി കഴിഞ്ഞ് വരണം, എല്ലാം ചെയ്യണം. ഇവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരു സുരക്ഷിതത്വത്തിന്.